കോഴിക്കോട് വെള്ളയിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. വെള്ളയിൽ നിന്ന് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിൽ 50ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ബോട്ടിൽ ഉണ്ടായിരുന്നവർ സുരക്ഷിതമായി തിരിച്ചെത്തി. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സമീർ, ആ ദൃശ്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? എല്ലാവരും സുരക്ഷിതരായി തിരിച്ചെത്തി എന്നുള്ളത് ആശ്വാസകരമാണ്. അനീഷ, വെള്ളയിൽ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മാറാട് സ്വദേശിയായിട്ടുള്ള യാസിറിന്റെ ഉടമസ്ഥയിലുള്ള ബഹാർ ഇസാൻ എന്നുള്ള ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനത്തിനായി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അവർ യാത്ര തിരിച്ചത്. പിന്നീട് മത്സ്യബന്ധനം കഴിഞ്ഞ് ഇന്ന് രാവിലെ 7:40 തിരിച്ച് മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് കരയിൽ നിന്ന് 6 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് വെച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റിൽ അകപ്പെട്ടത്. ഈ കാറ്റിൽ അകപ്പെട്ടത് ആ സമയത്ത് അതിനകത്ത് 50ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടും അതുപോലെ തന്നെ അവർ ബോട്ടിനകത്ത് മുറുകെ പിടിച്ചു നിന്നതുകൊണ്ടുമാണ് വലിയൊരു അപകടം ഒഴിവായത്. അതിലായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത്രയേറെ അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഉണ്ടായത്. ആ ചുഴലിലാണ് ഈ സംഘം അകപ്പെട്ടത്. പിന്നീട് മണിക്കൂറുകൾ, ഏകദേശം 1.5 മണിക്കൂറോളം ഈ ഒരു അവസ്ഥയിൽ തന്നെ അവർക്ക് കഴിയേണ്ടി വന്നു. അതിനുശേഷമാണ് കടൽ ശാന്തമായത്. അതിശക്തമായിട്ടുള്ള തിരമാലയുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം, ഈ ചുഴലിക്കാറ്റ് കൂടി ഉണ്ടാവുകയും അതിനകത്ത് മത്സ്യത്തൊഴിലാളികൾ അകപ്പെടുകയും ചെയ്തത്. പിന്നീട് കടൽ ശാന്തമായതോടുകൂടിയാണ് ഈ സംഘം കരയിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 7:40 ഈ സംഭവം ഉണ്ടായത്. പിന്നീട് 10 മണിയോടുകൂടി അവർ കരയിലേക്ക് എത്തുകയും ചെയ്തു, വെള്ളയിൽ ഹാർബറിലേക്ക് എത്തുകയും ചെയ്തു. ഈ 50 പേരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്, കാലവർഷക്കെടുതിയും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ തൊഴിലാളികളെല്ലാം തന്നെ സുരക്ഷിതരായി തീരത്ത് എത്തിയിട്ടുണ്ട്, അവർ കരയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. അനീഷ.